മാമോദിസ അഥവാ സ്നാനമേറ്റ് നീതീകരിക്കപ്പെട്ട് മൂറോൻ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് പുതിയ ഏതനും ക്രിസ്തുവിൻ്റെ ശരീരവുമാകുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസി പാപത്തിൽ നിന്നും ലോകത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും ദൈവത്തോട് മത്സരിച്ച് പാതാളത്തിലേക്ക് തള്ളപ്പെട്ട സാത്താനെയും ജയിച്ച് ജയാളിയായി എന്നും രക്ഷകനോടൊപ്പം അവിടുന്ന് നമുക്കായി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിൽ പാർക്കുവാൻ പുതിയ യെരൂശലേമിൽ അവനോടൊപ്പം വസിക്കുവാൻ ഈ യാത്രയിലെ ദുർഘടങ്ങളെ തരണം ചെയ്യേണ്ടതുണ്ട്. ഒരു ദൂരയാത്രയ്ക്ക് നാം കോപ്പുകൂട്ടുമ്പോൾ ആവശ്യ സാധനങ്ങൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ രാത്രിയാത്രയിൽ ആവശ്യമായ വെളിച്ചവും വേണ്ടി വന്നാൽ ആയുധങ്ങളും കരുതുന്നത് പോലെ, ഇരുട്ട് നിറഞ്ഞ സാത്താൻ്റെ ആധിപത്യത്തിലുള്ള ഈ ലോകത്തെ ജയിച്ച് ലക്ഷ്യസ്ഥാനമായ നിത്യതയിലെത്തുവാൻ ഇടത്തും വലത്തും നീതിയുടെയും വെളിച്ചത്തിൻ്റെയും ആയുധങ്ങൾ ധരിക്കാം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കുത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതേ എന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവരാജ്യത്തിൽ വസിക്കുന്നവരോട് റോമർ 13 അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ആയുധങ്ങൾ ഒരിക്കൽ മാത്രമല്ല, എന്നും ധരിക്കേണ്ടതാണ്. അത് മഹത്വത്തിൻ്റെ വസ്ത്രം കാത്തുസൂക്ഷിക്കുവാനാണ്. അത് ആദാമിന് ഏദനിൽ നഷ്ടപ്പെട്ടതും ശേഷം യഹോവ ധരിപ്പിച്ച കുഞ്ഞാടിൻ്റെ തോൽ കൊണ്ടുള്ള വസ്ത്രമാണ്. അത് അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് പകരം ബലിയായ കുഞ്ഞാടാണ്. അത് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ചെറുതായ ദൈവപുത്രനായ ക്രിസ്തു എന്ന നമ്മുടെ രക്ഷയുടെ കുഞ്ഞാടാണ്. അവിടുന്ന് സ്വന്തം ജീവൻ ബലി കൊടുത്ത് നേടിയ മഹത്വത്തിൻ്റെ വസ്ത്രമായ പൊന്നാടയാണ് നമ്മെ അണിയിച്ചിരിക്കുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കുവാൻ സദാസമയം ജാഗ്രതയോടെ കാവൽക്കാർ കാവൽ നിൽക്കുന്നത് പോലെ സദാ ജാഗരൂകരായിരിക്കണം. ഈ യുദ്ധത്തിൽ ഒരുമിച്ച് പുറത്തോട് പുറം തിരിഞ്ഞു നിന്ന് ഭാര്യയും ഭർത്താവും ഒരുപോലെ ശത്രുവായ പിശാചിനോട് യുദ്ധം ചെയ്ത് കുടുംബത്തെ രക്ഷിച്ച് ക്രിസ്തുവിൽ നിലനിർത്തുവാനാണ് ക്രിസ്തീയ കുടുംബവും ഭാര്യാഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വവും. ഇതിലൊരാൾ മാത്രം വിശ്വാസിയും മറ്റേയാൾ അവിശ്വാസിയോ അക്രൈസ്തവനോ ആയാൽ യുദ്ധം ജയിക്കുവാൻ പ്രയാസമാണ്. കാരണം ആക്രമണം ഏതു ഭാഗത്തു നിന്നുമുണ്ടാകാം. പുറകിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നത് ദൈവം തന്ന തക്ക തുണയിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവം തക്ക തുണയെ തിരഞ്ഞെടുത്തു തരുവാനായി പ്രാർത്ഥിക്കണമെന്നും വിവാഹം സ്വർഗത്തിൽ നടക്കപ്പെടുന്നു എന്നും പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ നാം തനിച്ചാകരുത്. ക്രിസ്തീയ പോരാളികളായി ദമ്പതികളും സഭയും, വഴികാട്ടികളായി വിശുദ്ധരും, സ്വർലോകത്തിലെ സർവ്വസൈന്യവും ദൈവത്തിൻ്റെ സർവായുധവർഗവും കൂടെ ഉണ്ടായിരിക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.